ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു അവിയൽ വെച്ചാലോ? അപ്പോൾ സദ്യയിലൊക്കെ ഒരു പ്രധാനിയാണല്ലോ അവിയൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിയൽ കേട്ടോ. പക്ഷേ ഇത് ഞാൻ സദ്യ സ്റ്റൈലൊന്നുമല്ല, നമ്മൾ വീട്ടിൽ വെക്കുന്നത് പോലെ പെട്ടെന്ന്, പക്ഷേ നല്ല ടേസ്റ്റാണ്, നല്ല സൂപ്പറാണ്. ഈ ഒരു അവിയൽ മാത്രം ഞാൻ കൂട്ടി കഴിക്കും കേട്ടോ, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ പിന്നെ 5 മിനിറ്റ് കൊണ്ട് അവിയലൊക്കെ വെക്കാൻ പറ്റുമോ ചോദിച്ചാൽ വെക്കാനൊക്കെ പറ്റും. ഇതൊക്കെ അരിഞ്ഞ് നേരത്തെ റെഡിയാക്കി വെക്കണം. തലേന്നേക്ക് അരിഞ്ഞ് വെച്ചാൽ നമുക്ക് വെക്കാമല്ലോ. അല്ലാതെ നമ്മൾ ഈ പച്ചക്കറി വെജിറ്റബിൾസ് കറി വയ്ക്കാൻ ഭയങ്കര താമസമാണ്. കാരണം ഇതൊക്കെ വെട്ടി വൃത്തിയാക്കാൻ ഭയങ്കര കാലതാമസമാണ്. പക്ഷേ നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ ആണെങ്കിൽ നൊടിയിടയിൽ വെക്കാൻ പറ്റും. അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? അപ്പം നമുക്ക് സമയം കളയാതെ അവിയൽ എങ്ങനെയാണ് വെക്കുന്നത് നോക്കിയാൽ, ഞാൻ ഈ എടുത്തേക്കുന്ന ഇത്രയും വെജിറ്റബിൾസ് എല്ലാം നമ്മൾ നീളത്തിലരിയണം കേട്ടോ, നീളത്തിലരിയണം. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, മത്തങ്ങ എടുത്തിട്ടുണ്ട്, ചേമ്പ് എടുത്തിട്ടുണ്ട്. ചേമ്പ് 2-3 എടുത്തിട്ടുണ്ട് കേട്ടോ. ചേമ്പ് കൂടുതലുള്ളതാണ് അവിയലിൽ നല്ലത്, നല്ല കൊഴുപ്പ് കിട്ടും. പിന്നെ വെണ്ടയ്ക്ക ഒത്തിരി 2-3 ഇട്ടെന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല, നല്ലൊരു കൊഴുപ്പാണ്. പിന്നെ 2 കിഴങ്ങ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ചേന, പിന്നെ വഴുതനങ്ങ, ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്, ഒരു പുളിക്ക് ആവശ്യത്തിനായിട്ടുള്ള തക്കാളി, പിന്നെ അമരയ്ക്ക, പടവലങ്ങ, 2 സവാള, പിന്നെ നമ്മുടെ അച്ചിങ്ങ ബീച്ചിങ്ങ, നമ്മുടെ ഈ മലക്രിക്കറ്റിനകത്ത് വരുന്ന എല്ലാ സംഭവങ്ങളും ഇച്ചിരി ഇച്ചിരി എല്ലാത്തിൻ്റെയും കോൺട്രിബ്യൂഷനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, നീളത്തിലരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു കുക്കറിൽ വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ട് ഒറ്റ വിസിൽ, നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ. ഇതൊന്നേക്ക് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, കാരണം ഈ വെജിറ്റബിൾസിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു 1/4 ഗ്ലാസ് വെള്ളമോ ഒരു 1/2 ഗ്ലാസ് വെള്ളമോ മതി കേട്ടോ, ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം. എന്നിട്ട് നമ്മൾ കുക്കർ ഒറ്റ വിസിലടിച്ചിട്ട് ആ വിസിൽ ഉടനെ കളയണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കലങ്ങി പോകും കേട്ടോ. എന്നിട്ട് നമ്മൾ ഞാൻ അവിയൽ അതിനകത്ത് തന്നെയാണ് അരപ്പ് തയ്യാറാക്കി ഇടുന്നത്, കുക്കറിൽ തന്നെ. പക്ഷേ ഇത് നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഇത് കൊട്ടിയിടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് ഇറങ്ങി വന്ന വെള്ളമൊക്കെ വേണമെങ്കിൽ തീ വെച്ചങ്ങ് പറ്റിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഇവിടെ ഇച്ചിരി എല്ലാവർക്കും വെള്ളം പോലെ ഇരിക്കണം, അതായത് ഒത്തിരി ഡ്രൈ ആവേണ്ട, അങ്ങനെ ആ ഒരു പരുവത്തിന്. എന്നിട്ട് നമ്മളിതിന് നല്ലൊരു അരമുറി തേങ്ങ എടുത്തിട്ട് ഒരു 5-6 കൊച്ചുള്ളിയും ഒരു നുള്ള് ജീരകവും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. ചതയുന്നതിനേക്കാളും കുറച്ചും കൂടെ അരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അവിയലിന് എപ്പോഴും കേട്ടോ. ചതയുന്നതിനേക്കാളും ഞങ്ങൾക്കൊക്കെ ഇഷ്ടം അരച്ചെടുക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന പച്ചക്കറിക്കകത്തോട്ട് ഇതെല്ലാം ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മൾ ഈ അരപ്പെല്ലാം പറ്റി കഴിയുമ്പോഴത്തേന് നമ്മൾ ഇച്ചിരി ഒരു സ്പൂണ് വേണ്ട, ഒരു 1/2 സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കും കേട്ടോ, ഒരു പുളിക്ക് ആവശ്യമായിട്ട് തൈര്. പിന്നെ പുളിയൊന്നും ഇഷ്ടമല്ലാത്തവർ ഒഴിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ഇവിടുത്തെ സ്റ്റൈലിലൊക്കെ ഇച്ചിരി തൈരും കൂടെ ഒഴിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നല്ല കറിവേപ്പിലയും കൂടെ വാരി ഇടുന്നുണ്ട്. അപ്പം നമ്മൾ ഇതാണെങ്കിൽ തീ കുറച്ച് വെച്ചേക്കുവാണ്. തീ കുറച്ച് ഈ അരപ്പും മലക്കറിയും എല്ലാം കൂടെ പെരണ്ട് വരുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി, ഒത്തിരി ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഇച്ചിരി തൂവി കൊടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ ഈ അവിയലിൻ്റെ ഹൈലൈറ്റ്. പിന്നെ സദ്യ അവിയലിനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കടല ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ കൂടെ ഇടാം, അതും നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ സാധാരണ ഞാൻ വീട്ടിൽ വെച്ച് അവിയലിൻ്റെ വീഡിയോ എടുത്തത് കൊണ്ടാണ്. അപ്പോൾ സദ്യ സ്പെഷ്യൽ അവിയലിന് നമ്മളൊരു പിടി കടലയും കൂടെ പുഴുങ്ങി നല്ല വെന്ത് ഫൈനായിട്ട് വരുമ്പോഴത്തേന് ഇതിനകത്തോട്ട് ഇട്ടാൽ മതി, ആ കടിക്കുന്ന പരുവത്തിലോട്ട്. അപ്പോൾ നമ്മുടെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന അവിയൽ റെഡിയാണ് കേട്ടോ. അവിയലിന് നമുക്ക് പണി എവിടെയാണോ ഇരിക്കുന്നത്, ഇത് അരിഞ്ഞു വറക്കുന്നതിനകത്താണ് പണി ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ തലേന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ ഈ അവിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയുള്ള പുതിയ വീഡിയോകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിക്കട്ടെ. ഞാനിവിടെ തീ കുറച്ച് വെച്ചപ്പോഴത്തേനാണ് വെള്ളം എല്ലാം പറ്റി. ഇനിയും ഇത് പറ്റും കേട്ടോ. തീ ഇല്ലെങ്കിൽ ഇത് ഇരുന്ന് പറ്റും, കാരണം നമ്മൾ ചേമ്പും കിഴങ്ങൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഈ വെള്ളം അങ്ങ് കുടിച്ച് റെഡി ആയിക്കോളും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ അവിയൽ മാത്രം കൂട്ടി കഴിക്കാൻ ഇഷ്ടം. ഇവിടെ ഉള്ളവരെല്ലാം ചപ്പാത്തിയുടെ കൂടെ ഈ അവിയൽ കൂട്ടും, അത്രയ്ക്ക് ടേസ്റ്റുള്ള അവിയലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.